അപ്പോൾ എല്ലാവർക്കും രണ്ടാമത്തെ ദിവസത്തിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ പരിപാടി എന്താണെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞില്ല, എൻ്റെ അങ്കിളിൻ്റെ വീട്ടിലാണ് സ്റ്റേ. അപ്പോൾ ഇവിടെ അടിപൊളി ഒരുപാട് കാര്യങ്ങളുണ്ട് കണ്ടോ, ഒരുപാട് പൂക്കളും കാര്യങ്ങളും. പിന്നെ ഇതെന്താ കാപ്പിക്കുരു അല്ലേ, കാപ്പിക്കുരു. അതായത് അമൽ എൻ്റെ അങ്കിളിൻ്റെ മോനാണ്. കാപ്പിക്കുരു ഒരുപാടുണ്ട്. കാപ്പിക്കുരു ഇവിടെ ഫുള്ള് കാപ്പിക്കുരു. പിന്നെ ഒരുപാട് സാധനങ്ങളുണ്ട്, കാണിച്ചിട്ട്. ഇതാണ് വീട്. ഇവിടെ ഒരുപാട് ഐറ്റംസ് ഉണ്ട് കേട്ടോ. അവിടെയൊക്കെ ഫുള്ള് കാപ്പിക്കുരുവ. ചേട്ടായി മുകളിലൊക്കെ ഉണ്ട്. ഇവിടെ മീനിൻ്റെ കൃഷിയൊക്കെ ഉണ്ട്. ഇന്നത്തെ എന്തൊക്കെ മീനാണ് ഉള്ളത്? കാർപ്പും പിലോപ്പിയും പിന്നെ എന്തോ പിന്നെ മറ്റേ കുറേ മീനുണ്ട്. കാണിച്ചാൽ അവിടെ താഴേക്കൊരു വീടുണ്ട്. അവിടെ ഒരുപാട് സാധനമുണ്ട്. അവിടെയൊക്കെ കുറേ സംഭവങ്ങളുണ്ട്. ഇത് കണ്ടതൊക്കെ ടയർ വെച്ചുണ്ടാക്കി. എന്തായിട്ട് ഒരു ഫുള്ള് യൂട്യൂബാണ്. ഒരു ഫുള്ള് യൂട്യൂബിൽ നോക്കി കാര്യങ്ങളുണ്ടാക്കി ടയറൊക്കെ വെച്ച് ചട്ടിയൊക്കെ ഉണ്ടാക്കി പൂവൊക്കെ വെച്ച് പൊളിയാണ്. പിന്നെ എന്താ കണ്ടോ, ഇങ്ങനെയൊക്കെ സംഭവമൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇവിടെയൊക്കെ ഫുള്ള് കാപ്പിക്കുരു കണ്ട. ഇവിടേക്ക് താഴേക്കൊരു വീടുണ്ട്. ഇതാണ് അവരുടെ പഴയ വീട്. ഇവിടെ ഇപ്പോൾ ഫുള്ള് അവരുടെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതൊക്കെ എന്താണ് സാധനങ്ങൾ. എവിടെയൊക്കെ ഫുള്ള് കാപ്പിക്കുരു. പിന്നെ ഓറഞ്ച് ഉണ്ട്. ഓറഞ്ച് അവിടെ ഞാൻ കാണിച്ചു തരാം. ആടിനൊക്കെ വളർത്തുന്നുണ്ട്. വാഴയുണ്ട്. അതിനകത്ത് ഗപ്പിയും അതും ഇതൊക്കെ. ഇത് കണ്ടോ, ഇതൊരു ചട്ടി ഉണ്ടാക്കി. എന്താട്ടോ ഈ ചട്ടി എങ്ങനെ ഉണ്ടായെന്ന് വെച്ചാൽ പുതപ്പ് വെച്ചിട്ട് സിമെൻറ്റിൽ മുക്കി ഇങ്ങനെ എടുക്കും. അത് ഉണ്ടാക്കിയത് അവരവിടെ വെച്ചിട്ടുണ്ട്. അത് ഞാൻ അവിടെ ചെല്ലുമ്പോൾ കാണിച്ചു തരാം. പിന്നെ ഇതാ ഇതിൻ്റെ അകത്ത്, ഈ വീടിൻ്റെ അകത്ത് മീനൊക്കെ ഉണ്ട്. മീനെ നല്ല വില കൂടിയ മീനൊക്കെ ഒരു മീറ്റ് അതിനൊക്കെ ഇട്ടിട്ടുണ്ട്. കാണിച്ചു തരാം. തുറന്നിട്ടുണ്ടോ എന്ന് അറിയത്തില്ല. ഇതിൻ്റെ അകത്തൊക്കെ പല ടൈപ്പ് മീനുകളാണ്. പുളിയാണ്. ഇതിൻ്റെ അകത്തൊക്കെ മീനുണ്ട്. ഇതിൻ്റെ അകത്ത് കുഞ്ഞുങ്ങളാണ്. ഇതൊക്കെ എന്തും ഗപ്പിയാണ് എല്ലാം. ഇതിൻ്റെ അകത്ത് ഇന്നത്തെ സാധനമുണ്ട്. ഇതിൻ്റെ കുഞ്ഞുങ്ങളാണിതാ ഇതിൻ്റെ അകത്ത് കിടക്കുന്നതൊക്കെ. ഇതിനെക്കാളും ജോഡിക്ക് 200 രൂപയോ, ജോഡിക്കാണോ ഒരെണ്ണത്തിനാണോന്ന് അറിയില്ല, 200 സംതിങ് ഒക്കെ വരും. ഇതിൻ്റെയൊക്കെ കുഞ്ഞുങ്ങൾ ഒരുപാടുണ്ട്. ഇതിൻ്റെ അകത്തൊക്കെ ആയിട്ട് ഇതിൻ്റെയൊക്കെ കുഞ്ഞുങ്ങളൊക്കെ കിടക്കുന്നത്. ഇതിൻ്റെ അകത്ത് തന്നെ ആരുടെയൊക്കെ പണി സാധനങ്ങൾ ഇതൊക്കെയാണ്. പിന്നെ ഫുള്ള് കാട്. പിന്നെ വയനാട് എന്ന് പറഞ്ഞാൽ പൊളിയാന്ന് എല്ലാവർക്കും അറിയാലോ. ഇതുവരെ നമ്മൾ പറഞ്ഞ പഴയ വീട. ഇവിടെ ഫുള്ള് കാപ്പിക്കുരുകളാണ്. ഇതെല്ലാം കാപ്പിക്കുരു. ഇനി അടുത്ത പ്ലാൻ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞില്ലേ, ഇതിൻ്റെ ഇവിടെ അടുത്ത് തന്നെ ഇങ്ങനെ കാടിൻ്റെ അകത്തേക്ക് പോകാനായിട്ട് ഒരു സെറ്റപ്പ് ഉണ്ട്. അപ്പോൾ വാനടക്കട്ടെ. കാടിൻ്റെ അകത്തേക്ക് പോകാനായിട്ട് ഒരു സെറ്റപ്പ് ഉണ്ട്. അപ്പോൾ അവിടേക്ക് പോകാനുള്ള പ്ലാനാണ്. ഞാൻ ഓറഞ്ച് ഉണ്ടെന്ന് പറഞ്ഞില്ലായിരുന്നു. അതാ അവിടെയൊക്കെ മീനുണ്ട് കേട്ടോ. ഓറഞ്ച് കാണിച്ചാലേ. അതായത് ഓറഞ്ചിൻ്റെ മരം. ഓറഞ്ച് ഇവിടെ എവിടെ ഒരെണ്ണം ഉണ്ടായി കിടക്കുന്നില്ല. അതേ കിടക്കണം, അതേ കിടക്കണം. അതൊരു ഓറഞ്ചാ. ഇതിപ്പോൾ ആദ്യം വേറെയും ഉണ്ടായിരുന്നു, വലിയ മരമൊക്കെ ഉണ്ടായിരുന്നു. അത് പോയി എന്ന് പറഞ്ഞ്. ഇപ്പോൾ ഇത് മാത്രമേ ഉള്ളൂ. എടാ ഇവിടെ എന്തൊക്കെ മീനുള്ളേ അതിൻ്റെ അകത്ത്? എല്ലാം ഗപ്പിയാണോ? ആ പല കളറിലുള്ള എല്ലാം ഗപ്പിയ? ഫൈറ്റർ.
ഗപ്പിയും ഫൈറ്ററും അങ്ങനെയൊക്കെ എന്തായാലും പൊളിച്ചിട്ടുണ്ട്. ഇനി നൈസായിട്ട് ചായ കുടിച്ചിട്ട് ഞാൻ കാടിൻ്റെ ഉള്ളിലേക്ക് പോകും. ഞാൻ തോന്നുന്നു ചട്ടി അവരുണ്ടാക്കിയിട്ട് ഇങ്ങനെ മറ്റേ സിമെൻ്റ് വെച്ച് ഉണ്ടാക്കിയിട്ട് വെക്കുന്ന നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ. കാണിച്ചു ഇതാ വെച്ചേക്കണം. ഇതായതാണ്ട സംഭവം പൊളിച്ചിട്ടുണ്ട്. നല്ല ഭംഗിയില്ലേ കാണാൻ. പിന്നെ ഇവിടത്തെയൊക്കെ കൃഷിയുടെയും എല്ലാത്തിൻ്റെയും മറ്റേ മീനിൻ്റെ എല്ലാത്തിനും ക്രെഡിറ്റ് ഇവനാണ് ജിതിൻ. ഇവനാണ് ഇവിടുത്തെ എല്ലാം. ഇവന് മറ്റേ കാർഷിക വകുപ്പിൻ്റെ ഒക്കെ മറ്റേ സമ്മാനവും അവാർഡൊക്കെ കിട്ടിയിട്ടുള്ള 2 പ്രാവശ്യം അല്ലേ, ഒരു വട്ടം കാർഷിക വകുപ്പിൽ നിന്ന് കിട്ടിയിട്ട്. എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഇതിൻ്റെ കാര്യങ്ങൾക്കൊക്കെ ഉണ്ടെങ്കിൽ എനിക്ക് മെസ്സേജ് അയച്ചാൽ ഞാൻ ഇവൻ്റെ നമ്പറൊക്കെ തന്ന് നിങ്ങൾക്ക് ചോദിച്ച് സെറ്റാക്കാം. ഇവിടെ ഒരുപാട് അങ്ങനത്തെ കാര്യങ്ങളുണ്ട് കേട്ടോ. മറ്റേ ചട്ടിയുടെ കാര്യവും അങ്ങനത്തെ ഒരുപാട് ബ്രില്യൻസ് കാര്യങ്ങളൊക്കെ ഒരുപാട് വളർത്തെടുത്തിട്ടുണ്ട്. ചെക്കനാൽ പൊളിയാണ്. ഇവിടെ ഒരുപാട് ടൈപ്പ് ചെടികളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതൊക്കെ ചെടികൾ പൊളിയാണ്. ഇവൻ ഞാൻ വന്നപ്പോൾ തൊട്ട് ഭയങ്കര കുരയായിരുന്നു. ഇപ്പം അവൻ മിണ്ടല്ല. എന്താണ് മിണ്ടാത്ത? ഇത്ര നേരം ഭയങ്കര കുരയായിരുന്നു. ഇപ്പം അവൻ മിണ്ടല്ല. പിന്നെന്താ, മിണ്ടി തുടങ്ങി. ഇനി ഇവിടെ വേറെ പരിപാടി ഉള്ളത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കാട്ടിൽ പോയി ഉള്ള സംഭവം. നാളെ ഞങ്ങൾ കുറച്ച് ഇവിടെ വയനാട് കുറച്ച് എക്സ്പ്ലോർ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടുണ്ട്. ഞങ്ങളുടെ അങ്കിൾ കുറച്ച് സ്ഥലങ്ങളൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ട്. ആ സ്ഥലത്തൊക്കെ പോകണം. അപ്പോൾ 2-3 ദിവസത്തെ വീഡിയോ ആയിട്ടാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അതങ്ങനെ ഉണ്ടെന്നോ. അവിടെ വേറൊരു സാധനം കൊണ്ട് കാണിച്ചിട്ട് ഇത് എന്താണെന്നറിയുന്ന ഒരു കമൻറ്റ് ചെയ്തോട്ടോ. അതെന്താണെന്നറിയുന്ന ഒരു കമൻറ്റ് ചെയ്തോ, നോക്കട്ടെ എത്ര പേർക്ക് അറിയാമെന്ന്. ഈ സൈഡിൽ ചന്ദ്രൻ ഉണ്ട് കേട്ടോ. ഇപ്പോഴും സൈഡിൽ സൂര്യൻ. എവിടെ അയ്യോ കാണുന്നില്ല. കണ്ടു. ഇപ്പോഴത്തെ സൈഡിൽ സൂര്യൻ.